നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്പലത്തിൽ വെച്ച് ഏതോ സന്യാസിയെ കണ്ടു അത്രേ. ആ സന്യാസി പറഞ്ഞു ആർക്കോ ശ്യാമ വാക്കു കൊടുത്തു, ആ വാക്കിന്ന് പിന്മാറിയതുകൊണ്ടാണ് ശ്യാമയ്ക്ക് ദോഷം സംഭവിച്ചതെന്ന്. അതെന്താ? അതൊരു പുതിയ അറിവാണല്ലോ. ആർക്ക് എന്ത് വാക്കു കൊടുത്തിട്ട് അവളെ പിന്മാറിയത്? ആരേ സന്യാസി? എനിക്കറിയില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ കൃഷ്ണതുളസി എന്ന അജ്ഞാത ഗായിക പാടിയ പാട്ട് ലോകം കേൾക്കാൻ പോവാ. ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തിയായി. ഇനി ഫൈനൽ മിക്സിംഗ് കൂടി മാത്രം. ഈ പാട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ കൃഷ്ണതുളസി ആരാണെന്ന് ആൾക്കാർ അന്വേഷിച്ചു തുടങ്ങും. അന്വേഷിച്ചു തുടങ്ങണമല്ലോ. അന്വേഷിച്ചു തുടങ്ങട്ടെ. നമ്മൾ പറഞ്ഞ പോലെ ചിലർ തെറ്റിദ്ധരിക്കും കൃഷ്ണതുളസി എന്ന ഈ ഗായിക വിസ്മയ തന്നെയാണോ എന്ന്. ചിലര് പറയും വിസ്മയെ തോൽപ്പിക്കാൻ മറ്റൊരു ഗായിക വന്നിരിക്കുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കും. നടക്കട്ടെ. ആ സമയം നമ്മൾ ശ്യാമ എന്ന കൃഷ്ണതുളസിയുടെ അടുത്ത പാട്ടിറക്കും. സത്യത്തിൽ ശ്യാമ ആകെ ടെൻഷനില്ല. ഈ പാട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അരുന്ധതിയും വിസ്മയെ അന്വേഷണം തുടങ്ങും. കൃഷ്ണതുളസി ആരാണെന്ന് അന്വേഷിക്കട്ടെ. അമ്മയും മകളും തീ പിടിച്ച രീതിയിൽ അന്വേഷിക്കട്ടെ. ചിലപ്പോ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. മനസ്സിലാവണം. നമ്മൾ ശ്യാമയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഏതോ കൃഷ്ണതുളസി എവിടെയോ ഇരുന്ന് പാടുന്നു. ഒന്നിനു പുറകെ ഒന്നായി പാട്ടുകൾ. കൃഷ്ണതുളസി എന്ന ഗായികയെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കേണ്ട കൃത്യസമയത്ത് നമ്മൾ ശ്യാമയെ പരിചയപ്പെടുത്തും. ശ്യാമയാണ് ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണതുളസിന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. അപ്പോ വിസ്മയ വിസ്മയ അതോടെ ഗോവിന്ദ. ജനം വിസ്മയെക്കുറിച്ചും അന്വേഷിക്കും. അവളുടെയും അമ്മയുടെയും ചതിയും കള്ളത്തരവും ലോകം അറിയും. എടോ അഖിലെ, താൻ ഭാഗ്യവാനായ ഭർത്താവാടോ. എടോ, ശ്യാമയെ പോലെ ഇത്രയും കഴിവുള്ള ഗായികയെ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാ. പക്ഷെ യഥാർത്ഥ ഭാഗ്യം എന്താണെന്നോ? ശ്യാമയ്ക്ക് വലിയൊരു ഗായികയാവണമെന്നോ ലോകം തന്നെ തിരിച്ചറിയണമെന്നോ യാതൊരു ആഗ്രഹവും ഇല്ല. അഖിൽ സാർ എന്ന ഭർത്താവും പിന്നെ ശ്രീകൃഷ്ണനും, ആ ലോകം മാത്രം മതി ശ്യാമയ്ക്ക്. അത്യാഗ്രഹവും ഇല്ല, അതിമോഹവും ഇല്ല. എടോ അഖിലെ, താൻ ഭാഗ്യവാനല്ലടോ. സത്യ, ഞങ്ങളുടെ മുറിയുടെ 4 ചുവരുകൾക്കപ്പുറം ഒരു ജീവിതം വേണമെന്ന ആഗ്രഹമേ ഇല്ല ശ്യാമയ്ക്ക്. അതുകൊണ്ട് തന്നെയാ ഞാൻ ശബ്ദം പോലെ തീരുമാനമെടുത്തത്. ശ്യാമയുടെ കഴിവുകൾ ലോകത്തിനു മുമ്പിൽ എത്തിക്കണമെന്ന്. സാധാരണ ഭാര്യയുടെ ആഗ്രഹങ്ങൾ ഭർത്താവ് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ പറയാറ്. ഇവിടെ ഇപ്പൊ എന്റെ ആഗ്രഹം ഞാൻ ശ്യാമയെ കൊണ്ട് സാധിപ്പിക്കുക. ശ്യാമയെ ഞാൻ ഒരു മഹാഗായികയാക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.